ഇലക്ഷൻ റിസൾട്ട് വന്നു. കേരളം ഇനി 5 വർഷത്തേക്ക് UDF ഭരിക്കും. നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേവലമായി UDFൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെയോ അവരുടെ അടിയുറച്ച വോട്ടുകൾ മാത്രമല്ല UDFന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് വളരെ എവിഡൻ്റായി നമുക്ക് മനസ്സിലാകും. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇത്രയും കാലം കേരളത്തിൽ നിലനിന്നു വന്നിരുന്ന ഭരണത്തെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളോടും വിയോജിപ്പുകളുള്ള ഈവൻ CPM പ്രവർത്തകരടക്കം വോട്ട് ചെയ്തുകൊണ്ടാണ് UDFനെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് പുതിയ കേരളം വരുമ്പോൾ ആ പുതിയ കേരളത്തെക്കുറിച്ച് ഇവരെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇനി വരുന്ന ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്. വിജയിച്ചതിനുള്ള ഒരു കൺഗ്രാജുലേഷൻസ് ആദ്യമായി എല്ലാവരോടും പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വരുന്ന ഏതാനും ചില ചലഞ്ചുകൾ, കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് തിരുത്തുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം അവർ ഇലക്ഷനിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അപരാധം എന്നുള്ളത് നമ്മളെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അപകടകരമായ ധ്രുവീകരണ പൊളിറ്റിക്സ് ആയിരുന്നു. അതിൻ്റെ ഒരു റിവേഴ്സ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുക എന്നതായിരിക്കും ഇനി വരുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവിടെ LDF അല്ലെങ്കിൽ CPM ചെയ്തിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം അത് തകർത്തുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ അകറ്റുകയോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ആ നിലക്ക് വർക്കൗട്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ആ നിലക്ക് അനുമാനിക്കാൻ സാധ്യമല്ല. ഇനി അങ്ങോട്ടുള്ള നയങ്ങളിലും നിലപാടുകളിലുമെല്ലാം ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സമുദായങ്ങൾ വലിയ രൂപത്തിൽ അകന്നുപോയ ആ സമുദായങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, സാമുദായിക സൗഹാർദ്ദം കൊണ്ടുവരിക എന്നുള്ളത് വലിയ വെല്ലുവിളിയായി UDFൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ എല്ലാ സമൂഹങ്ങളിലുമുള്ള ആളുകളെ പരസ്പരം ഒരുമിച്ച് കൊണ്ടുപോകാൻ UDFന് സാധിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെയാണ് സാധ്യമാവുക? CPM എന്താണോ ഇത് തകർക്കാൻ ചെയ്തത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അതാണ് ഞാൻ റിവേഴ്സ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ടേം തന്നെ ഉപയോഗിച്ചത്. CPM എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ CPM ഇവിടെ ചെയ്തത് ഈ സമുദായങ്ങളെ തമ്മിലകറ്റാൻ ഒരു ഭീതി പടർത്തുക എന്നുള്ളതായിരുന്നു CPM ചെയ്തത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. എന്ന് വെച്ചാൽ ഭീതി പടർത്തുന്നതിനെ, വെറുപ്പുൽപ്പാദിപ്പിക്കുന്നതിനെ തടയുക എന്നതായിരിക്കും UDF ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. CPM ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നാർക്കോട്ടിക് ജിഹാദ്, ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയാണ്, വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിൽ ഒരു ആരോപണം വരികയാണ്, ഒരു ബിഷപ്പ് അത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങളെ തമ്മിൽ അകറ്റാൻ വലിയ പൊട്ടൻഷ്യലുള്ള ഒരു കാര്യമാണ് ഈ ജിഹാദ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന പേരിലൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ. ഇവിടെ എന്താണ് ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് CPM അല്ലെങ്കിൽ LDF ചെയ്യേണ്ടിയിരുന്നത്? അവിടെ അത്തരത്തിലൊരു ഭീതി പടർത്തൽ ഉണ്ടാകുമ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഈ സമുദായങ്ങൾ തമ്മിൽ അകറ്റാനുള്ള ഇത്തരം അജണ്ടകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഫാക്റ്റുകൾ ഇതാണ് പറയുന്നത്, കണക്കുകൾ ഇതാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് തിരുത്തേണ്ട ഗവൺമെൻറ് അവിടെ പോയി മന്ത്രി തന്നെ അവിടെ പോയിട്ട് ഈ പറഞ്ഞയാളെ പണ്ഡിതനാണ് എന്ന് പറയുകയും അതിനെ എൻഡോസ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ചില സമുദായങ്ങൾ അന്യായമായി പലതും നേടുന്നു. മുസ്ലിം സമൂഹം അന്യായമായി ഒരുപാട് കാര്യങ്ങൾ നേടുന്നു. അതേപോലെ തന്നെ അവർ അവരുടെ മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ 80-20 അല്ലേ, 100% മുസ്ലിങ്ങൾക്കുള്ള ഒരു പദ്ധതി എടുത്തിട്ട് അതിലെ 20% ക്രൈസ്തവർക്ക് കൊടുത്തൊരു സംഭവമാണിത്. എന്നിട്ട് അത് 50% ക്രൈസ്തവർക്ക് വേണ്ടതായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വലിയ പ്രചാരണം നടക്കുകയാണ്. ഇതൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടത് ആരാണ്? ഇതൊക്കെ നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് അല്ലേ, അല്ലാതെ മുസ്ലിങ്ങളല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്, മുസ്ലിം സമുദായ നേതാക്കന്മാരല്ല പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ അവിടെ മുസ്ലിം ക്രൈസ്തവ ഭിന്നിപ്പ് കൂടുതലുണ്ടാവുകയാണ് ചെയ്യുക. എന്നാൽ അതിനപ്പുറത്ത് അതിൽ ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന ഗവൺമെൻറ് അവിടെ മൗനം പാലിക്കുകയാണ്. പരമാവധി വിഭജനം ഉണ്ടാകട്ടെ, പരമാവധി അകലട്ടെ എന്ന് ചിന്തിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ അവിടെ മൗനം പാലിക്കുന്നു. എന്നിട്ട് അവസാനം കുറച്ചെന്തോ ഒരു ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്ക് ഭിന്നിക്കാനുള്ളവർ, അകലാനുള്ളവർ പരമാവധി അകന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു കാര്യത്തിൽ ഇനി വരുന്ന ഗവൺമെൻറ്റെങ്കിലും വളരെ കൃത്യമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ഗവൺമെൻറ്റിന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അകന്നു പോകുന്ന ഒരവസ്ഥ പരമാവധി കുറക്കാൻ സാധിക്കും. ആ വിഷയത്തിൽ ഒരു വലിയൊരു ജാഗ്രത പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് തീവ്രവാദി ആരോപണങ്ങൾ.
എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്ക് അത് തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കുമ്പോഴേക്ക് അത് തീവ്ര ചിന്താഗതിക്കാരാണ്, മതമൗലികവാദികളാണ്, അല്ലെങ്കിൽ ജിഹാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചാപ്പകൾ കൊടുത്താൽ അത് മതിയാകും എന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ നമുക്ക് പുതിയ ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളൊരു കാര്യം, വിഷയങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക, സമുദായങ്ങളെയല്ല. ഇതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗെയിൽ സമരം നടന്നു. ഗെയിലുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നയപരമായി അതിനോട് യോജിക്കുന്നവരുണ്ടാകും, വിയോജിക്കുന്നവരുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഗെയിൽ സമരത്തിനു പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ. ഇവിടെ ആ ഗെയിൽ എന്ന് പറയുന്ന പദ്ധതി അത് നല്ലതാണോ മോശമാണോ, ഇതാണ് അവിടെയുള്ള തർക്കം. അവിടെ നല്ലതാണ് എന്ന് ഗവൺമെൻറ്റിന് വാദം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നതാണ് ഇതിൻ്റെയൊക്കെ നന്മ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന ആളുകൾ, സമരം ചെയ്യുന്ന ആളുകൾ പറയുന്ന നെഗറ്റീവുകൾ അത് ശരിയല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ ചെയ്ത ആളുകളുടെ മതം അതാണ്, അതുകൊണ്ട് മുസ്ലിം തീവ്രവാദികളാണ്. അല്ലെങ്കിൽ സമരം ചെയ്തവർ വേറൊരു സമരവുമായി ബന്ധപ്പെട്ട സമരം ചെയ്തവർ മലപ്പുറത്തുകാർ, സോ വാട്ട്, അല്ലേ? അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചാൽ, ഇപ്പോൾ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൺസേൺ ഉന്നയിക്കുകയാണ്. ആ കൺസേൺ വാലിഡ് ഓർ ഇൻവാലിഡ്, അത് എന്തോ ആയിക്കോട്ടെ, അത് ഇൻവാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന വിഷയങ്ങൾ കൊണ്ട് സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ക്ലാരിഫൈ ചെയ്യാം. അതിനപ്പുറത്തേക്ക് എന്താ ചെയ്തത്? അവർ മതമൗലികവാദികൾ, അവർ തീവ്രവാദികൾ, അവർ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭജനം ഉണ്ടാക്കുന്നവരൊക്കെയാണ്. അതായത് ഗവൺമെൻറ് ഒരു ചർച്ചയും ഇല്ലാതെ നടപ്പിലാക്കിയൊരു കാര്യം, അതിനോട് വിയോജിക്കുകയാണ് ഒരു അധ്യാപകൻ. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ട് അത് മതമൗലികവാദമാണെന്ന് പറയുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ശബരിമലയിൽ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം, അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിൻ്റെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഗവൺമെൻറ്റിൽ സ്ത്രീകൾ അവിടെ കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെങ്കിൽ അത് വിശ്വാസി സമൂഹവുമായി അത് കൺവേ ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിന് പകരം അതൊരു വലിയ വിപ്ലവം എന്നതുപോലെ വിശ്വാസികളെയൊന്നും അവരുടെ വിശ്വാസങ്ങളെയൊന്നും ഒരു നിലക്കും കൺസിഡർ ചെയ്യാതെ അവിടേക്ക് ആക്ടിവിസ്റ്റുകളെ കയറ്റുന്ന ഒരു അവസ്ഥ, ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക, അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണോ അവരോട് സംസാരിക്കുക. ഇവിടെ ശബരിമല വിഷയത്തിൽ വിശ്വാസികളാണ് അതിൻ്റെ കൺസേൺ ഉള്ള ആളുകൾ, അവരോട് സംസാരിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വിശ്വാസികൾക്ക് ഓക്കെ ആണെങ്കിൽ കയറിക്കോട്ടെ. അതല്ലാതെ ആ വിശ്വാസികളുടേതാണ് അമ്പലം, അതൊന്നും ഞങ്ങൾ കൺസിഡർ ചെയ്യില്ല, മറിച്ച് ഞങ്ങളുടെ ഒരു പുരോഗമനം എന്ന പേരിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. അതിനെതിർക്കുന്ന ആളുകളൊക്കെ എന്താണ്? ഹൈന്ദവ തീവ്രവാദികളാണ്, ഹൈന്ദവ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമുദായത്തെ അങ്ങനെ ഒന്ന് ചാപ്പ കുത്തിയത് കൊണ്ട് മാത്രം എന്തെയില്ല, പരിഹാരമാവില്ല. ഇത് ഞാൻ പറയുന്നത് ഏത് വിഷയത്തിൽ, ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയം അല്ലേ? ജെൻഡർ ന്യൂട്രാലിറ്റി, ആണിന് പെണ്ണാവാം, പെണ്ണിന് ആണാവാം എന്ന് പറയുന്ന അങ്ങനൊരു കാര്യം ഇപ്പോൾ നമ്മുടെ മക്കളെ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ആവാം, അങ്ങനെ ആണിന് പെണ്ണിന് ആണാവാനും ഒക്കെ പറ്റും എന്ന ഒരു വാദം സമർത്ഥിക്കാം. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാം. അതിന് പകരം ആ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം, അതിനെ എതിർത്ത ആളുകൾ അവർ മതമൗലികവാദികൾ, അവർ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തുന്നത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ആരാണോ അത് പറയുന്നത്, ആരാണോ അത് ഉന്നയിക്കുന്നത്, അവരുടെ സമുദായത്തെയും മതത്തെയും നോക്കിക്കൊണ്ട് അവരെ ചാപ്പ കുത്തിക്കൊണ്ട് മാറ്റി നിർത്തുക എന്നുള്ളത് ശരിയല്ല. അത് ഒരിക്കലും പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രസരിപ്പിക്കുന്ന ഒരു നിലമായിക്കൊണ്ട് മലയാളി സോഷ്യൽ മീഡിയ മാറി എന്നുള്ളതാണ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന രൂപത്തിൽ ഓരോ ഈ മലയാള ന്യൂസ് ചാനലുകളുടെയും ന്യൂസ് പേപ്പറുകളുടെയൊക്കെ വാർത്തകളുടെ താഴേക്കുള്ള കമൻറ്റുകൾ നമുക്ക് നോക്കിയാൽ മതി. അറച്ചു പോകുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കൃത്യമായി വിദ്വേഷ പ്രചാരണങ്ങൾക്ക് പൂട്ടിടാൻ പുതിയ ഗവൺമെൻറ്റിന് സാധിക്കേണ്ടതുണ്ട്. മിനിസ്ട്രി ഓഫ് ടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ മന്ത്രാലയങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ വിദ്വേഷ പ്രചാരണം സമുദായങ്ങൾ തമ്മിൽ അകറ്റുന്ന അല്ലെങ്കിൽ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന അത്തരം വിദ്വേഷ പ്രചാരകരെ അകറ്റാൻ അല്ലെങ്കിൽ അവരെ പൂട്ടിടാൻ കൃത്യമായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിയമപരമായി നടപടി ഉണ്ടാവുമെന്ന് മനസ്സിലായാൽ ഈ വിദ്വേഷമൊക്കെ ഒരു പരിധിവരെയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞോളും. അത് ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഈ ഗവൺമെൻറ് ഇങ്ങനെ UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതിന് ശേഷം ഈ കഴിഞ്ഞ ഏതാനും ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ മാത്രം വലിയ വിഷപ്പാമ്പുകളൊക്കെ UDFനെ പിന്തുണച്ച് വന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അതുവരേക്കും UDFനെയും VD സതീശനെയും മുസ്ലിം ലീഗിനെയും അതേപോലെ തന്നെ കോൺഗ്രസിനെയൊക്കെ ദിവസവും 2 വീതം 3 നേരം എന്ന രൂപത്തിൽ കുറ്റം പറഞ്ഞിരുന്ന പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും
അവസാനം ഇങ്ങനെ UDFന് അനുകൂലമായൊരു കാറ്റുണ്ട്, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് അത്തരമൊരു കാറ്റുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി പതിയെ മാറി ഭയങ്കര UDFൻ്റെ വക്താക്കളായി മാറിയതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊന്നും സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് ആ വിഷപ്പാമ്പുകൾക്ക് ഇനിയും വിഷം ചീറ്റാനുള്ള ഒരു അവസരം ഉണ്ടാകരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ നവകേരളത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാനുള്ള സ്ഥലങ്ങളാകരുത് പൊതുവിദ്യാലയങ്ങൾ. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതുമാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അവൻ്റെ മക്കളെ വളരെ സ്വസ്ഥമായി സമാധാനത്തോടുകൂടി പറഞ്ഞയക്കുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്നുള്ളത്. അവിടെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മുസ്ലിം വിശ്വാസം അവിടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമായിരിക്കും. ഹൈന്ദവ വിശ്വാസം അവിടെ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ബാക്കി വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ മതനിരാസ അടിസ്ഥാനങ്ങളിലുള്ള ചില കാഴ്ചപ്പാടുകൾ അത് പൊതുവിദ്യാലയങ്ങളിലൂടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് അത് പ്രയാസകരമാണ്. അവിടെയാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലുള്ള വിഷയങ്ങൾ വരുന്നത്. അതായത് ആണിന് പെണ്ണാവാം, പെണ്ണിന് ആണാവാം. ഇപ്പം നമ്മുടെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ജെൻഡർ എന്ന് പറഞ്ഞാൽ ആർജിത പദവിയാണെന്നാണ്. ആർജിത പദവി എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം നേടിയെടുക്കാൻ പറ്റുന്നൊരു പദവിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെണ്ണാവുക എന്നുള്ളത് എനിക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് എന്ന് പഠിക്കുന്ന, അതൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഓക്കെ, അത് ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ ലിബറൽ ചിന്താഗതിയുള്ള അത്തരത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ ആ രൂപത്തിൽ അവർക്ക് അങ്ങനെ ചിന്തിക്കുന്നതിനെ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ആ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പഠിപ്പിക്കേണ്ടത് അവരുടെ പിന്നെ ഇടങ്ങളിലാണ് അല്ലേ? അവരുടെ പാർട്ടി ക്ലാസ്സുകൾ അവർ പഠിപ്പിച്ചോട്ടെ, അവരുടേതായ സ്റ്റഡി ക്ലാസ്സുകൾ അവർ പഠിപ്പിച്ചോട്ടെ. പക്ഷേ എല്ലാവരുടെയും മക്കൾ വരുന്ന പൊതുവിദ്യാലയങ്ങളിൽ തന്നെ അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയായൊരു കാര്യമല്ല. ഏതുപോലെ ഏതെങ്കിലും മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ആരും അംഗീകരിക്കില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും പിന്നെ പൊതുവിദ്യാലയങ്ങളിലൂടെ അല്ല പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റഡി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം എന്നവരോട് പറയാൻ ആർജവമുള്ള ഒരു സർക്കാർ ആയിരിക്കണം എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെയാണ് വിശ്വാസം, മതം ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ പുതിയ ഗവൺമെൻറ്റിന് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കി വെച്ചൊരു പ്രതീതി എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതനിരാസമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ഈ ശബരിമലയിലും സൂമയിലൊക്കെ നമ്മൾ കണ്ടത്. ശബരിമലയിൽ ഇങ്ങനെ ഈ മതനിരാസ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പുരോഗമനം അത് നടപ്പിലാക്കും ഞങ്ങൾ, അത് ഏത് വിശ്വാസിക്ക് എന്ത് തോന്നിയാലും ശരി ഞങ്ങളത് നടപ്പിലാക്കും എന്ന ഒരു കാഴ്ചപ്പാട്, ആ ഒരു ധാർഷ്ട്യമായിരുന്നു ശബരിമലയിൽ കണ്ടത്. സൂംബ വിഷയത്തിൽ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും, നിങ്ങൾക്ക് സാംസ്കാരികമായും മതപരമായും എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അതൊന്നും ഇവിടെ വിഷയമല്ല, ഞങ്ങളൊരു കാര്യം നടപ്പിലാക്കും, അത് ഞങ്ങൾ തീരുമാനിച്ചോളും എന്ന ഒരു ധാർഷ്ട്യം അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് അതടക്കം ചർച്ച ചെയ്തുകൊണ്ട് അതടക്കം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള പരിഷ്കാരങ്ങളാണ് നമുക്ക് വരുത്തേണ്ടത്. അതല്ലാതെ ചില ആളുകൾ അവരുടെ വിശ്വാസങ്ങളൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല, അത് എന്തോ ആയിക്കോട്ടെ എന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഒരു ഗുണകരമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ആ രൂപത്തിൽ വിശ്വാസം, മതം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ്. എല്ലാവർക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളുടെ തോതിലും അതേപോലെ തന്നെ അതിൻ്റെ രീതിയിലൊക്കെ വ്യത്യാസമുള്ളൂ. ആ ഓരോരുത്തരും അവരവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. അതിന് വിഘാതമാകുന്ന കാര്യങ്ങളൊന്നും പൊതുവിദ്യാലയങ്ങളിലോ പൊതു ഇടങ്ങളിലോ ഗവൺമെൻറ് പോളിസികളിലോ വരേണ്ടതില്ല. ഇതാണല്ലോ യഥാർത്ഥത്തിൽ ഗാന്ധിജി അടക്കം നമ്മളെ പഠിപ്പിച്ച മതനിരപേക്ഷത എന്ന് പറയുന്നത്. അതിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിശ്വാസമോ ആചാരമോ ആഘോഷമോ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമുദായങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെയൊക്കെ പരിഗണിക്കണം എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഏതെങ്കിലും സമുദായ സംഘടനകളെ അവർക്ക് പരിഗണന കൊടുക്കുക, അവർക്ക് സ്ഥാപനങ്ങൾ കൊടുക്കുക, അവർക്ക് കോടിക്കണക്കിനുള്ള പല പദ്ധതികൾ കൊടുക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കി സമുദായങ്ങളെ, ഇപ്പം മുസ്ലിം സമുദായത്തെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സംഘടനയ്ക്ക് എന്തെങ്കിലും സ്ഥാപനങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ, അർഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെ നടക്കട്ടെ, ഏറ്റവും നീതിപരമായി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷേ അതിനപ്പുറത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കാണ്, സമുദായത്തിലെ മനുഷ്യർക്കാണ് പ്രാധാന്യം. ഇവിടെ എത്ര സ്ഥാപനങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ വീതം വെപ്പ് എങ്ങനെയാണ്, ഇതൊന്നും മനുഷ്യന്മാർ ആ നിലക്ക് ചിന്തിക്കുന്നില്ല. മറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് എൻ്റെ വിശ്വാസം ഇതാണ്, എനിക്കതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടോ,
അതെന്തുകൊണ്ട് ഗവൺമെൻറ് തടയുന്നു? ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റത് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീതം വെപ്പൊക്കെ അതിൻ്റെ മുറക്ക് നടക്കട്ടെ. പക്ഷേ മനുഷ്യരെ സ്പർശിക്കുന്ന വിഷയം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലക്ക് വിശ്വാസത്തിനും അതേപോലെ തന്നെ ആചാരങ്ങൾക്കുമെല്ലാം അതിൻ്റേതായ പവിത്രത കൊടുത്തുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ അവകാശങ്ങൾ ഔദാര്യമല്ല, ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല അവകാശങ്ങൾ. അതായത് എൻ്റെ വിശ്വാസം ഇതാണ്, എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, അതനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടാനുള്ള, അല്ലെങ്കിൽ ഈ സമുദായത്തിന് ഈ വിഷയത്തിൽ കൊടുത്തിട്ടുള്ള പ്രാതിനിധ്യം ശരിയല്ല, അല്ലെങ്കിൽ പ്രാതിനിധ്യം അർഹമായ രൂപത്തിൽ കിട്ടിയിട്ടില്ല എന്ന രൂപത്തിൽ അവകാശം പറയുന്നത് ഒരിക്കലും ആരുടെയും ഔദാര്യമല്ല എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പിറ്റ്ഫോൾസ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ നിലക്ക് ഒരുപാട് പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ പല കോർണറുകളിൽ നിന്നുള്ള ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആളുകളുടെ പ്രതീക്ഷകളെ അതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും.